നമസ്കാരം. യാഗങ്ങളെക്കുറിച്ചും യജ്ഞങ്ങളെക്കുറിച്ചും ഹോമങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ കപാല കാളി ഹോമം എന്നത് നമുക്ക് ആർക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അത് ആർക്കും അറിയുകയുമില്ല. വളരെ ചിലവേറിയതും വളരെ ബുദ്ധിമുട്ടേറിയതുമായ ഒരു ഹോമമാണ് ഇത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സ്വാമി ഭദ്രാനന്ദ്ജി ഉണ്ട്. നമസ്കാരം. കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു ബിസിനസ്സുകാരനാണ് ശ്രീ ഗോകുലം ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ഫിനാൻസ് കൈകാര്യം ചെയ്തതെന്ന് അറിഞ്ഞു. കാരണം അത്രയേറെ ചിലവേറിയ ഒരു ഹോമം, കപാല കാളി ഹോമം, ഇത് കേരളത്തിൽ നടക്കുകയാണ്. മുൻപ് ഇന്ത്യയിൽ മറ്റാരും ഇത് ചെയ്തിട്ടില്ല. ഒരു തവണ കർണാടകത്തിലോ മറ്റോ സ്വാമിജി തന്നെ നേതൃത്വം നൽകി ഇത് നടത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇത്രയേറെ ചിലവേറിയതാണോ ഈ ഹോമം എന്ന് പറയുന്നത്? എത്രത്തോളം ചിലവ് വരും? ഇതിൻ്റെ മേൽനോട്ടം ആരാണ്? എങ്ങനെയാണ് ഇതിൻ്റെ കർമ്മങ്ങൾ? സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് തൊണ്ടും ചിരട്ടയും ചുള്ളിക്കമ്പുമൊക്കെ ഇട്ട് തട്ടിക്കൂട്ട് ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ കപാല കാളി ഹോമത്തിലൂടെ ചെയ്യാൻ പോകുന്നത്? ഈ ഹോമങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ യാഗങ്ങൾ ഇപ്പം അങ്ങ് ഇപ്പോൾ പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് ഹോമത്തിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. ശരിയാണ്, കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ പലയിടത്തും ഇതുപോലെ നടക്കുന്നുണ്ട്. കാരണം ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഇപ്പോൾ സത്യയുഗത്തിലാണെങ്കിൽ തപസ്സിലൂടെയാണ്, നമുക്കറിയാതെ. അതുപോലെ തന്നെ ത്രേതായുഗത്തിൽ ആ സമയത്ത് എങ്ങനെയാണ് നമ്മളൊരു ഒരു ഒരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം യാഗത്തിലൂടെയും ദ്വാപരയുഗത്തിൽ യജ്ഞങ്ങളിലൂടെയും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കലിയുഗമാണ്. ഈ കലിയുഗത്തിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രജപത്തിലൂടെയും താന്ത്രിക വിധി പ്രകാരവുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ യാഗമാഫിയകൾ, ഹോമമാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട്, യജ്ഞമാഫിയകൾ, ഇങ്ങനെ പലവരും ഇതിൻ്റെ പേരിൽ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, നമ്മുടെ പലരുടെ അജ്ഞതയാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ഇന്നടത്തേക്ക് ഓടിപ്പോയാൽ അത് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് പാവങ്ങൾ ഓടിപ്പോവും. അത് മനുഷ്യ മനസ്സാണ്. പക്ഷെ പലവർക്കും അതിൻ്റെ ഇത് മനസ്സിലാവാത്തെന്ന് വെച്ചാൽ ഔഷധം രണ്ട് തരത്തിലാണ്. സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും ഔഷധമുണ്ട്. ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന തൊടുന്നത്. സൂക്ഷ്മ ശരീരം ഇതിനകത്തിരിക്കുന്നതാണ്. അകത്തിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓറിക് ബോഡീസ്, 5 ഓറിക് ബോഡീസ് ഉണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിലുള്ള രോഗം മാറ്റുന്നത് അത് മന്ത്രങ്ങൾ കൊണ്ടാണ്. സ്ഥൂല ശരീരത്തിലെ രോഗങ്ങൾ മാറ്റുന്നത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മരുന്നുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ അതുകൊണ്ടാണ് മരുന്നിനും മരുന്ന്, മന്ത്രത്തിനും മന്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇതിനകത്തെല്ലാം, നമ്മുടെ സംസ്കാരത്തിൽ ഋഷിവര്യന്മാരെല്ലാം വ്യക്തമായിട്ട് സയൻസ് എന്താണെന്ന് കാണിച്ച് അതിൻ്റെ ലോജിക്കൽ സൈഡ് വെച്ചിട്ടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ പുരോഹിത വർഗം എപ്പോഴും അവർക്ക് പൈസ ഉണ്ടാക്കാനും അവർക്ക് ഈശ്വരൻ്റെ പേര് പറഞ്ഞും പൂജയുടെയും പ്രാർത്ഥനയുടെയും പേര് പറഞ്ഞ് അതിനകത്ത് പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും ഇതിലൊരു തട്ടിപ്പ് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. 100% ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും തമാശ രീതി പറയണമെങ്കിലും മരിച്ചിനി കമ്പും മരപ്പൊടിയും മണ്ണെണ്ണയിട്ട് ഹോമം ചെയ്ത വിദ്വാന്മാർ വരെ ഇവിടെയുണ്ട്. ചിരിക്കാനല്ല ആൻഡർസൺ പറയുന്നത്. ദേവസ്വം ബോർഡിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് 4 ദിവസം മുമ്പ് പറഞ്ഞതാണ്. ദേവസ്വം ബോർഡിലെ സ്റ്റാഫാണ്. 2 തൊണ്ടെടുത്ത് കത്തിച്ച് അതിനകത്തിടും. കുറച്ച് എള്ളും കുറച്ച് അവിലും മരലും കൂടി ഇട്ടിട്ട് പോകും. ഗണപതി ഹോമം എന്ന് പറഞ്ഞ് അതിന് ഹോമം ചെയ്യാറില്ല ദേവസ്വം ബോർഡിൽ. പാവങ്ങളായിട്ടുള്ള ഭക്തര് വന്ന് തൊഴുത് 150 രൂപ കൊടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ അവസ്ഥ ഇതാണ്. അതായത് സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാവുന്ന തകരാറുകളെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഇവിടെയുള്ള പുരോഹിത വർഗങ്ങളും ആചാര്യന്മാർക്കും അറിവുമില്ല, താല്പര്യമില്ല. എന്നാൽ ഇന്നിപ്പോൾ ഇത് നിയന്ത്രിക്കുന്ന പലവരും ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അതൊരു ഒരു ഒരു കുത്തകയുടെ കയ്യിലിരിക്കുന്നതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് പലവർക്കും ഇത് ഓർത്തു വെക്കണം, ഉപജീവനമാണ്. അവരുടെ കുടുംബക്കാരും വന്ന് പ്രാർത്ഥിക്കാനോ പിടിക്കാനോ ഭാര്യയും മക്കളോ ഒന്നും വരുന്നില്ല. അച്ഛൻ്റെ പണി മക്കൾ ചെയ്തു പോകുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ശബരിമലയിൽ തന്ത്രിയുടെ മക്കൾ, വേറെ ആർക്കും അത് കോക്കസാണ്. അതിനകത്തോട്ട് കയറാൻ പറ്റില്ല. ഞാൻ അതിലോട്ട് കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല, എങ്കിലും ഞാൻ പറയാം. എന്നാൽ ഭക്തർക്ക് ഇത് ജീവനമാണ്. അപ്പോൾ ഉപജീവനവും ജീവനവും എന്ന് പറഞ്ഞ 2 സംഭവമാണ്. ഇപ്പോൾ കപാല കാളി ഹോമം എന്ന് പറയുന്നത് 1008ഓളം പച്ചില മരുന്നുകളും ബാക്കിയുള്ള സംഭവങ്ങളാണ്. ഒരുപാട് രഹസ്യ കൂട്ടുകൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ
പെട്ടെന്ന് ചുരുക്കി പറയാണ്, കാരണം ഇതൊരു വലിയൊരു പ്രോസസ്സുമാണ്. ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് ഇന്നെല്ലാം പെട്ടെന്ന് കിട്ടും. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് 2 വാക്ക്, ഞാൻ ഇതിൽ കൂടുതലേക്ക് ഡീപ്പിലേക്ക് പോയി ഇതിനെ ബ്രീഫ് ചെയ്യുന്നില്ല. ഒന്ന്, ഇത് അത്രയും പച്ചില മരുന്നുകളും ഇതും കൊണ്ട് ചെയ്യുന്നതാണ്. ഇത് പല ഇതുകളും വേരുകളും ബാക്കിയുള്ള ഇതും എല്ലാം അവൈലബിൾ അല്ല ഒന്ന്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അതേപോലെ തന്നെ യുണീക്കാണ്, പവർഫുള്ളാണ്. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത്രയും ശ്രേഷ്ഠനായ ഒരു അഘോരിയോ അല്ലെങ്കിൽ സിദ്ധി തെളിയിച്ച ആരെങ്കിലും ആയിരിക്കണം ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിദ്ധി തെളിയിക്കുക എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നത് കാവിയിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ പരിവേഷം, അല്ലെങ്കിൽ ഒരു PR-ൻ്റെ ബേസിൽ വരുന്നവർ, പിന്നെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും വലിയ ഓർഗനൈസേഷൻ്റെ ഹെഡിലിരിക്കുന്നവർ, ഒരു മഠാധിപതിയായിരിക്കുന്ന അവരൊക്കെയാണ് സ്പിരിച്വൽ ലെവലിലെ ടോപ്പ് ഗൺസ് ആയിട്ട് കാണുന്നത്. പക്ഷേ സിദ്ധി തെളിയിക്കുക എന്ന് പറയുന്നത് അതിലേക്ക് എത്രയോ അപ്പുറമാണ്. സിദ്ധി തെളിയിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിക്കാറുള്ളത്, സംഭവിക്കാൻ പാടുള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു നിയോഗമായിരിക്കാം. പിന്നെ ഗോകുലം ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട് നോക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ആൾക്കാരുടെ സൂക്ഷ്മ ശരീരം ശക്തമായിരുന്നാലേ എൻ്റെ സാമ്രാജ്യം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. കാരണം നമ്മളുടെ ഉള്ള് നന്നായാലേ പുറമേ നമുക്കിത് വരുള്ളൂ. നമ്മുടെ ഉള്ളിൽ ആരോഗ്യം വേണം. ഇന്ന് പലവർക്കും ഇന്ദ്രിയങ്ങൾക്ക് ഒരുപാട് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓറ സ്ട്രോക്കും ചക്ര പാരാലിസിസ് എന്ന് പറയുന്ന 2 മാരകമായ രോഗം നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ രോഗം കൊണ്ട് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെന്താണെന്നോ ഏതാണെന്നോ അറിയാൻ പറ്റില്ല. ഈ ആജ്ഞ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ നമ്മളെ പറ്റിക്കാനാണോ? നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഈ ബിസിനസ്സിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ ലോസ് ഉണ്ടാവുമോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് നാളെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല. നമ്മുടെ ഇന്നർ GPS ആണ് ഈ ആജ്ഞ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ത്രോട്ട് ചക്ര കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ, വിശുദ്ധ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കമാൻഡിങ് പവർ ഉണ്ടാവില്ല. എത്ര വലിയ പൊളിറ്റീഷ്യൻ ആണെങ്കിലും, എത്ര വലിയ ലീഡർ ആണെങ്കിലും, ആ ലീഡർ ആവണമെങ്കിൽ അവൻ്റെ എനർജി കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്ത് പോകണം. അത് കൃത്യമായിട്ട് വർക്കായില്ലെങ്കിൽ അവന് ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. അവൻ പറയുന്ന ആരും കേൾക്കില്ല. അതുപോലെ തന്നെ അനാഹതം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര കല്യാണം കഴിച്ചെന്നോ പ്രേമിച്ചെന്നോ ഒരുപാട് ആൾക്കാരെ സഹായിച്ചെന്നോ പ്രവർത്തിച്ചെന്നോ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമ്മൾ സ്നേഹിക്കപ്പെടില്ല, നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഒരുപാട് മെൻ്റൽ ആഗനീസ് നമ്മളെ, വേദനകൾ നമ്മളെ വേട്ടയാണ്. അതിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത ക്ഷേത്രങ്ങളിലും പൂജകളും നടത്തിയിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ മണിപുര കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അഹങ്കാരം ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ആൾക്കാരോട് ചുമ്മാ മെക്കിട്ട് കയറും. നമുക്ക് ഭയങ്കര ഈഗോ, ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം നമ്മളെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കും. അപ്പോൾ അത് അവിടുത്തെ ആ ചക്രയുടെ ആ എനർജിയുടെ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ ഇരിക്കുന്നത് സ്വാധിഷ്ഠാന കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഭയം വരും. നമ്മുടെ ആൾക്കാരെ കണ്ടിട്ടില്ല, എന്ത് ചെയ്യാനും പേടിയാണ്, പ്രതികരിക്കാൻ പേടിയാണ്, ഒരു സത്യം പറയാൻ പേടിയാണ്, അധർമ്മം കണ്ടാലും മിണ്ടാണ്ടിരിക്കും. അപ്പം എന്തിനും എന്നെ കൊല്ലുവോ, ഇരുട്ട് കണ്ടാൽ പേടി, പലതരം പേടികളാണ് ആൾക്കാർ. ആ പേടി കൊണ്ട് അവരുടെ കഴിവ് പുറത്തു വരില്ല. പിന്നെ മൂലാധാരം, ഈ മൂലാധാരം കറക്റ്റായിട്ട് വന്നില്ലെങ്കിലാണ് നമ്മൾ കാണുന്നില്ല ഇന്ന് യങ്സ്റ്റേഴ്സിന് പോലും ഏറ്റവും കൂടുതൽ 40% AIDS ആണ്. പവേർട്ടഡായിട്ട് നമ്മൾ ചിന്തിക്കും. ഇന്ന് സ്വവർഗരതികൾ കണ്ടിട്ടില്ലേ, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ കൊച്ചു കേരളമായി മാറി. അതുപോലെ തന്നെ പവേർട്ടഡായിട്ടുള്ള ചിന്തകൾ, ആരും തിരിച്ചറിവില്ലാത്ത പെരുമാറ്റങ്ങൾ, ഹോമോസെക്ഷൽസും ലെസ്ബിയൻസും കൂടുന്നു. അതുപോലെ ഹാർഡ് കോർ ക്രിമിനൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം മൂലാധാരത്തിൻ്റെ പ്രവൃത്തി കറക്റ്റ് അല്ലാത്തതുകൊണ്ട്. പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അത് സൂക്ഷ്മ ശരീരത്തിൽ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന് 2-3 സോഴ്സസ് ഉണ്ട്. ഒന്ന്, സിദ്ധന്മാർക്ക് അതറിയാം, സിദ്ധിപുരുഷന്മാർക്ക് അതറിയാം. പിന്നെ ഓറ ചെക്ക് ചെയ്യാനുള്ള ഡിവൈസും കേബിൾ, അത് ഗോപാലേട്ടൻ അതിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഭഗവത് കർമ്മയിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അത് പ്യുവർലി സ്പിരിച്വൽ ആണ്, അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല, മറ്റുള്ള രീതിയൊന്നുമില്ല. ഒരു മനുഷ്യന്, അതായത് സെൽഫ് ലവേഴ്സ് എന്നുള്ളതാണ്. എനിക്ക് മറ്റതിനേക്കാളും കുറച്ചുകൂടെ മിഷനാണോ എന്താ സംഭവം? അതിനൊരു വിങ് തന്നെ ഉണ്ട്. ഓറ ചെക്ക് ചെയ്യുന്നതിന് ക്രില്യൻ ക്യാമറാസ് ഉണ്ട്. ക്രില്യൻ ക്യാമറാസ്, അത് ഓറ ജോൾസിലൂടെയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ജോൾസ് വെച്ചിട്ട്, ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇന്ന് വേൾഡിൽ ജോൾസ് വെച്ചിട്ട് ഒരാളുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഭഗവത് കർമ്മ മാത്രമേ ഉള്ളൂ, വേൾഡിൽ തന്നെ. അതിൽ വേറെ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്കതിലൊരു കോമ്പറ്റീറ്റർ ഇല്ല ഇവിടെ.
കാരണം സാധാരണ ജ്യോതിഷം വളരെ സത്യമുള്ള കാര്യമാണ്, എല്ലാം പക്കയാണ്, പ്രവചിക്കാൻ പറ്റും. മഴ വരുമെന്നും ഇതൊക്കെ പ്രവചിക്കാം. പക്ഷെ മഴ നമ്മുടെ ശരീരത്തിൽ ഏക്കണമോ അതോ തടയണോ എന്നുള്ള സംഭവം ഓറയിലാണ് ഇരിക്കുന്നത്. ഇന്ന് ആൾക്കാർക്ക് ഓറയെ പറ്റി, ഞാനിത് പല സമയത്ത് സംസാരിക്കുമ്പോഴും ആൾക്കാർ ഈ ഓറ എന്താണ് തമാശ ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ട്. പോടാ കൂറെ, ഓറയെ പറ്റിയാണോടാ പറയുന്നതെന്ന് ചോദിക്കുന്ന മലയാളിയുണ്ട് നമുക്ക്. അത് ശരിയാണ് നമുക്ക് വരുന്നത്. കാരണം പാവങ്ങൾക്ക് അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ചിന്തിക്കാൻ കുറവാണല്ലോ. നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റി അറിയില്ലെങ്കിൽ അത് കള്ളമാണ്, തട്ടിപ്പാണ്, ഫ്രോഡാണെന്ന് പറയുന്ന രീതിയാണ്. ഇത് ഓറയെ പറ്റി കൂടുതൽ പറഞ്ഞും പ്രചരിപ്പിച്ചതും ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ആരാധ്യനായ നരേന്ദ്രമോദിജിയാണ്. അതുപോലെ ഗോപാലേട്ടൻ. പിന്നെ അതുപോലെ ഈ ഓറയെ പറ്റി ഭയങ്കര ഇതിൽ ബഹുമാനിക്കുകയും ഇതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മറ്റൊരാളാണ് നമ്മുടെ ലാലേട്ടൻ, മോഹൻലാൽ. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ ഈ രീതിയിൽ ഇവർ കാണുന്നതും ഒക്കെ ഇവരുടെ ഓറയുടെ ഒരു എനർജി ലെവൽസാണ്. അല്ലെങ്കിൽ ചിലവർ അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ചിലവർ കേട്ടിട്ട് മിണ്ടാണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ഇൻബോണായിട്ട് ഓറ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അവരൊന്നും ചെയ്തില്ലെങ്കിലും വളരുന്ന, അത് അബ്ദുൽ കലാം സാറിനെ പോലെയുള്ളവർ. സ്വാമിജിക്ക് ഇങ്ങനെ മനസ്സിലായി ഈ ലാലേട്ടനെ പോലെയുള്ളവർ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്? ലാലേട്ടനെ എനിക്ക് അറിയുന്ന ആളാണ്. ലാലേട്ടൻ്റെ ഓറ ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ലാലേട്ടൻ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതിന് ഐനോയും എനിക്ക് അറിയുന്ന വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹത്തിനുമായിട്ട് ഇത്തരം ഇൻട്രാക്ഷൻസ് നടത്തുന്നത് കൊണ്ടും ഞാൻ സംസാരിക്കുന്നത്. ഗോപാലേട്ടനും അതുപോലെയാണ്. ഗോപാലേട്ടനാണ് ഇവിടെ ബിസിനസ് മേഖലയിൽ ഓറയുടെ കാര്യത്തിലേക്ക് ആദ്യം ശ്രദ്ധ ചെലുത്തുകയും ഞാനും ഗോപാലേട്ടനുമായിട്ടുള്ള കൂടുതൽ കോൺവെർസേഷൻസും പല ഇൻട്രാക്ഷൻസും ഇതുമായി ബന്ധപ്പെട്ടതാണ്. പല ഇങ്ങനത്തെ, കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഋഷി അംശമാണ്. അദ്ദേഹത്തിന് സാധാരണ നമ്മൾ കാണുന്ന വരുന്നൊരു മനുഷ്യനല്ല അത്. അദ്ദേഹത്തിൻ്റെ ഇപ്പം തന്നെ ഈ ഹോമത്തിന് തന്നെ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തത് എന്താണ്? അദ്ദേഹം ഹീസ് വെരി മച്ച് കൺസേൺ അബൌട്ട് ഹിസ് ഓൺ ഫാമിലി, ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബ്ലഡ് റിലേഷൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളെയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ട് കാണുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ സ്റ്റാഫുകളില്ലായിരുന്നെങ്കിൽ ഇവരെ ഇല്ലെങ്കിൽ ഞാനുണ്ടോ? ഇല്ല. അപ്പം അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണമെങ്കിൽ അവർക്ക് നല്ല സൂക്ഷ്മ ശരീരം വേണം. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മാഗ്നറ്റ് പോലും ഇതുപോലെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടില്ല. കാരണം നമ്മളൊക്കെ എത്രത്തോളം സൊസൈറ്റിയിൽ വളരെ ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇദ്ദേഹം കൂടുതലും ശ്രദ്ധിക്കുന്നത് എൻ്റെ ആത്മീയ തലത്തിലുള്ള കുറേ സൈഡുകളാണ്. അപ്പം നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്ന മാറ്ററും അതാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശക്തമായ സൂക്ഷ്മ ശരീരം ഇല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതം കുളമായി പോകും. ഭൗതിക ജീവിതം ശക്തമാവണമെങ്കിൽ ഭാസുരമായ ആത്മീയ അടിത്തറ വേണം. അപ്പോൾ ഈ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ ബേസ് നമ്മുടെ ആൾക്കാർക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലെൻസിങ് പാർട്ടും എനർജി ബൂസ്റ്റിംഗ് പാർട്ടുമാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ സ്പിരിച്വാലിറ്റിയുടെ ഒരു കുറവാണോ ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രധാന? 100%. നമുക്ക് ആൾക്കാർ, നമ്മൾ കാണുന്ന ആത്മീയത അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുക, പള്ളിയിൽ പോയി നിസ്കരിക്കുക, വേറെ പള്ളി പോയി മെഴുകുതിരി കത്തിക്കുക, ഇതൊന്നും അല്ല ആത്മീയത. അതൊക്കെ മതപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അമ്പലത്തിൽ കുറെ കൂടെ വ്യത്യാസമുള്ളത് കുറേ ആചാരങ്ങൾക്ക് കുറേ സയൻസ് ഉണ്ടായിരുന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള ഹിന്ദുസത്തിലെ അമ്പലങ്ങളിലെല്ലാം, അതിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ശങ്കരാചാര്യർ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് ബ്രാൻഡ് ചെയ്ത സാധനത്തിലൊക്കെ സയൻസ് ഒരുപാടുണ്ട്. എല്ലാത്തിനും അമ്പലത്തിൽ പോകുന്നത്, അവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, അതിൽ നിന്ന് വരുന്ന സ്മോക്ക്, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി, സൗണ്ട് എനർജി, ഇതെല്ലാം സയൻസ്, ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ആ സയൻസിന് ഇപ്പോൾ നമ്മൾ ദീപാരാധന കാണുമ്പോൾ കണ്ണുകളിലൂടെ ലൈറ്റ് എനർജി കിട്ടും. പഞ്ചാമൃതം കഴിക്കുമ്പോൾ നാവിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനർജി കയറും. അതുപോലെ ചില തീർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ നഗ്നപാതകരായിട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടക്കുമ്പോൾ അക്യുപഞ്ചറും നമ്മുടെ കാലിൻ്റെ അടിയിൽ കൂടെ ചവിട്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ്റെ എല്ലാ നെർവൻസും കാലിൻ്റെ അടിയിലാണ് വരുന്നത്. അതുപോലെ അമ്പലത്തിൽ ചെന്ന് നമ്മൾ കുളിക്കുമ്പോൾ, മുങ്ങി കുളിക്കുമ്പോൾ, രാവിലെ ബ്രിസ്ക് വാക്ക് ചെയ്ത് ഫാസ്റ്റിൽ വന്നിട്ട് കുളിക്കുമ്പോൾ ഭസ്ത്രിക ചെയ്യുന്ന എഫക്റ്റ് നമുക്ക് കിട്ടുകയാണ്. അതുപോലെ ഈറം തുണിയെടുത്ത് നമ്മൾ ഉടുക്കുമ്പോൾ ഉദരത്തിലുള്ള ചൂട് അത് അബ്സോർവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കെമിക്കൽ എനർജി അവിടെ കുന്തിരിക്കും ഷംറാണിയും പോയിക്കുമ്പോൾ മൂക്കിലൂടെ കെമിക്കൽ എനർജി കിട്ടുകയാണ്, കർപ്പൂരമൊക്കെ. അതുപോലെ സൗണ്ട് എനർജി, മണിയടിക്കുമ്പോഴും മന്ത്രം ഉപയോഗിക്കുമ്പോൾ ചെവികളിലൂടെ ആ എനർജി കിട്ടുകയാണ്. ഹോമകുണ്ടത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഹീറ്റ് എനർജി ഓറെ പ്യൂരിഫൈ ചെയ്യാൻ. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും ഇരിക്കുന്നത് ഉള്ള ആ കോയിലും നമ്മുടെ ബോഡിക്കകത്തിരിക്കുന്ന ഓറയിലുള്ള മാഗ്നറ്റിക് ഫോഴ്സും ഇത് കറങ്ങുമ്പോൾ, ഫാൻ ഇടുമ്പോൾ
പവർ ജനറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ബോഡിയിൽ ആ പവർ ജനറേറ്റ്, ആ പവർ നമ്മൾ ബോഡി അബ്സോർവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. എന്നിട്ട് ശാന്തത നെക്സ്റ്റ് ലെവലാണ്. അത് ഈ എനർജി ബോഡിയിൽ ലോഡ് ചെയ്തിട്ട് നമ്മൾ ചെന്ന് ആലിന്റെ ചോട്ടുള്ള ഉണ്ടെങ്കിൽ ആ അമ്പലത്തിൽ ആല് വെച്ചിരിക്കുന്നതാണ്, അവിടെ ഇരുന്ന് നമ്മുടെ ഗ്രേ മാറ്റർ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ ഇത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്ത് ബോഡി ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ഷേത്രത്തിലുള്ളത്. പക്ഷെ പലവരും ഈ സയൻസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ അറിയില്ല, ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ പോയി അവിടുത്തെ പ്രസാദവും മന്ത്രവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം നമ്മൾ എല്ലാ മന്ത്രങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് പോലെയാണ്. എല്ലാ മന്ത്രവും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരം തകർന്നു പോകും. നമുക്ക് ആവശ്യമുള്ള ഒരു മന്ത്രം ഉണ്ടെങ്കിൽ, നമുക്കൊരു രോഗമുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് അവിൽ, പാരസിറ്റമോൾ, അല്ലെങ്കിൽ മറ്റേ ക്രോസിൻ, അല്ലെങ്കിൽ ഓരോ മെഡിസിൻസ് ഉണ്ടല്ലോ, എല്ലാം അതുപോലെ കുറച്ച് അത് കീമോ ഇരിക്കണം, അതും കുറച്ച് തരും. എല്ലാം കൂടെ വാങ്ങിച്ച് ഒരു 1/2 കിലോ 1 കിലോ വെച്ചിട്ട് മേടിച്ച് കുഴച്ച് കുടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് പോകാം, ബഹുമാനിക്കാം, കാണാം, അതിൻ്റെ സിസ്റ്റം മനസ്സിലാക്കാം. ഓരോ അമ്പലങ്ങളും ഓരോ എനർജീസിനെ പ്ലസ് ആക്കുകയും ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾക്ക് വേണ്ടത് ആചാര്യന്മാർ മാത്രമല്ല, നമുക്ക് യഥാർത്ഥത്തിൽ ഗുരുക്കളാണ് വേണ്ടത്, ആൾദൈവമല്ല നമുക്ക് വേണ്ടത്. അതല്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ അജ്ഞതയാണ് സമൂഹത്തിൻ്റെ, അതായത് ഒരു ഗ്രൂപ്പിൽ പലവർക്കും ഒരാൾ വിജയിക്കുന്ന എന്താണ്? നമ്മുടെ കുറേ അജ്ഞത കൊണ്ടാണ്. അപ്പം നമുക്കതിനെപ്പറ്റി അറിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിവ് നേടാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിന് പല തടസ്സങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല സംസ്കാര വിരുദ്ധർ, ദേശവിരുദ്ധ ശക്തികൾ എക്കാലത്തും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരം പ്രൊമോട്ടഡ് ആവരുത്, നമ്മുടെ കുട്ടികൾ ഈ ചിന്തകളിലേക്ക് പോകരുത്. കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ നാമജപം നടത്തുമ്പോൾ, കുറിയിടുമ്പോൾ അതിനെ പരിഹസിച്ച് അതിലേക്ക്, ആ സംസ്കാരത്തിലേക്ക് പോകാതെ ആക്കിയ ഒരു നാടുകൂടിയായി നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു ചലഞ്ചാണ് പലരുടെ ഇടയിൽ. പിന്നെ ഇതൊരു കുത്തക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പക്ഷെ ഒരു കുത്തകയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ഈ കപാല കാളി ഹോമത്തിലേക്ക് വരാം. കപാല കാളി ഹോമം നടത്താൻ എന്തുകൊണ്ടാണ് തയ്യാറായത്? അതൊരു ധൈര്യം വേണ്ടേ? അത് ഒന്നാമത്തെ ഒരാൾക്ക് നടത്താൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം പ്രത്യേകിച്ച് ബ്രാഹ്മണിക്കൽ കണക്റ്റഡ് ആണ് മിക്ക ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്ന അവരുടെ നേതൃത്വത്തിലാണ്. സ്വാമിജി പോലെ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഒരു അഘോരി തലത്തിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? ഇത് ശ്രീനാരായണ ഗുരുദേവൻ അന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ബ്രാഹ്മണസ് വന്ന് ചോദിച്ചു, എന്തിനാ ഇത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞത് നമ്മുടെ ശിവനാണെന്ന് പറഞ്ഞ പോലെ. അന്ന് ആ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് നാണിയാശാൻ, എൻ്റെ മുത്തശ്ശനാണ്. നാണിയാശാനും ഗുരുവും കൂടെ ചേർന്നാണ് വിപ്ലവ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ഇതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയുടെ ഹോമമാണ്. കാരണം എൻ്റെ നക്ഷത്രപ്രകാരവും എല്ലാ രീതിയിലും ഞാൻ ഭദ്രകാളിയുടെ ബേബിയാണ്, എൻ്റെ ഉപാസന മൂർത്തിയാണ് അമ്മ, എൻ്റെ ദേവിയാണ്, എൻ്റെ സംരക്ഷകയാണ്, എൻ്റെ എനർജിയാണ് അമ്മ. പിന്നെ എനിക്കറിയുന്ന വിദ്യയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേറെ ഒന്നും പറയില്ല. ഇവിടെ മറ്റേ വിഷ്ണു ക്ഷേത്രത്തിൽ ഉള്ള രീതി അതേപോലെ ശിവക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കണം. അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് പറഞ്ഞ് ബോർഡ് വെക്കാൻ വരെ പോയി കരിക്കകത്തുകൊണ്ട് പ്രശ്നമുണ്ടായ കഥകളുണ്ട്. അപ്പം അവരെ ഒന്നും ഇത് നമ്മുടെ പരിപാടിയാണ്. ഇതിൽ മറ്റാർക്കും ഇതിൽ കോൺട്രവേഴ്സി ഒന്നും വരാനും പോകുന്നില്ല, അവർക്ക് വരാൻ പറ്റില്ല. അവര് ബിക്കോസ് ഞാനാണ് പറഞ്ഞ 1000-ലധികം ഔഷധക്കൂട്ടുകളെന്ന് പറഞ്ഞു. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അത് നിസ്സാരമായ കാര്യമല്ല. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കണം, അതിനുവേണ്ടി ഒരു നല്ലൊരു ടീം ഉണ്ടാവും. എല്ലാ ടീമും ഉണ്ടല്ലോ നമുക്ക് വെരി ഗുഡ് ടീം. അതുപോലെ തന്നെ നല്ല പണി അറിയുന്ന, കർമ്മം ചെയ്യാൻ അറിയുന്ന വിദഗ്ധരായ നല്ല ഒറിജിനൽ ബ്രാഹ്മണന്മാരും അയ്യരും ഒക്കെയാണ് ഇതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പണ്ഡിത വിഭാഗം നമ്മളുടെ ഉള്ളത്. നമ്മളുടെ സുഹൃത്തുക്കളും ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചവരും ചെയ്യുന്നവരുമാണ് ഇതിലെല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ ഒരു ഹോമം കൊണ്ട് എന്താണ് ഗുണം ഉണ്ടാവുക? ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനെ മാറ്റുകയാണ്. അതായത് ഇനി കുറച്ചുകൂടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ, നമ്മൾക്ക് ഇവൾ എനർജീസും, അതായത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജീസും ഉണ്ട്. ഇപ്പം ഹോസ്പിറ്റൽ, എന്തുകൊണ്ട് നമ്മളിതൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് അവിടെ നടത്തുന്നത്? കാരണം ആശുപത്രി, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ മൂന്നും ദുഃഖങ്ങളും വേദനകളും പറയാൻ വരുന്ന സ്ഥലമാണ്. ഒരുപാട് ദുഃഖങ്ങളുടെ കേന്ദ്രമാണത്. വിഷമങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരുടെയും ഓറിക് ബോഡീസിൽ അത്രയും നെഗറ്റീവ് എനർജീസ് ഏറ്റവും കൂടുതലായിട്ട് കയറും. ഈ അബ്സോർവ് ചെയ്യുന്ന നെഗറ്റീവ് എനർജീസ് ഇതും ക്യാരി ചെയ്താണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് നെഗറ്റീവ് എനർജിയാണ്.
അപ്പോൾ ഇവരുടെ ഇന്ദ്രിയങ്ങൾക്ക് അത്രയും ഇത് ബ്ലോക്ക് ഉണ്ടാവും. ഇത് ഈ ദൃഷ്ടിദോഷം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കല്ല് അടിപെട്ടാലും കണ്ണടിപെടരുതെന്ന് എൻ്റെ അമ്മ വരെ പറയും. അപ്പോൾ കല്ല് കൊണ്ട് കാലിൽ അടിയിട്ടാൽ അതിനെക്കാട്ടി അപകടമാണ് ദൃഷ്ടി. നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ക്ഷീണിക്കുക, ഭയങ്കര നെഗറ്റീവ് ഇതായിട്ട് തോന്നും. നമുക്ക് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലാവും. നല്ല വസ്ത്രം ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് റിച്ചായിട്ട് ജീവിക്കുന്നു, നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര കണ്ണ് കിടക്കുന്ന ഒരു ഇതുണ്ട്. അതൊരു ഉണ്ട്, 100% അതുണ്ട്. ഞാൻ ഇത് അന്ധവിശ്വാസമായിട്ടൊന്നും തള്ളിക്കളയണ്ട, ഇത് അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറ വീക്കാവുമ്പോൾ നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഓറയെ പറ്റി എന്താണെന്ന് അറിയാത്തവരാണ് ഇന്ന് ഇതിനെപ്പറ്റി സംസാരിച്ച് കിടക്കുന്നത്. ഇപ്പം ഞാൻ റിസർച്ച് ചെയ്യുന്ന സബ്ജക്റ്റാണിത്. അപ്പം ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും എല്ലാ ഇവിടുത്തെ ടോപ്പ് ഗൺസിന് ഇന്ന് പല ആൾക്കാരും ഇന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും പലവരും നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഈ ഓറയുടെ ആ ഒരു സൂപ്പർ സയൻസിനെ പറ്റി പഠിച്ചിട്ടാണ്. അപ്പം ഇത് നമ്മളുടെ ഓറയെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും, ഓറയെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ എനർജി, അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന പുക നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരം ക്ലെൻസ് ആവും. ഇതിൽ നിന്ന് വരുന്ന ഹീറ്റ് നമ്മുടെ ഓറയെ ചേഞ്ച് ആക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഗോപാലേട്ടൻ അത് ഇനിഷ്യേറ്റീവ് എടുത്തത് അതൊരു ലോകത്തിന് തന്നെ നടത്തുന്നത്. ഗോപാലേട്ടൻ്റെ മെഡിക്കൽ കോളേജ് ഉണ്ട് ട്രിവാൻഡ്രം, അതിനകത്തൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, വെഞ്ഞാറമൂട്. അത് പക്ഷേ സംഭവം പ്രശ്നം വളരെ കുഞ്ഞു സ്ഥലമാണ്, കൂടുതൽ ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ഏത് തരത്തിലുള്ള ആളുകളാണ് അവിടെ എത്തേണ്ടത്, എങ്ങനെ എത്തിക്കും? എത്തേണ്ടതെന്ന് പറഞ്ഞാൽ അത് ദേവി നിയോഗിക്കുന്നവരെത്തുമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ എത്തിക്കണം. ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ചു വരണം പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവരുടെ യോഗമുണ്ടെങ്കിലേ അവർക്കത് അതിൻ്റെ അതായത് കേൾക്കുന്നത് ചെവിയിലാണെങ്കിലും ഉള്ളിൽ കേൾക്കണ്ടേ. ഉൾവിളി ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള ഭക്തി സാന്ദ്രമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളത് ശരിയാണോ? 100%. യോഗം വേണോ അതിന്? ആ യോഗം ഉണ്ടെങ്കിലേ വിളി വരുള്ളൂ. നമ്മളെല്ലാം കേട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നില്ലല്ലോ. നമുക്ക് യോഗം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പുച്ഛിക്കും. നമുക്ക് എന്തോ വിധിയുണ്ട്, അനുഭവിക്കാൻ എന്തെങ്കിലും ദോഷം അനുഭവിക്കാൻ വിധി ഉണ്ടെങ്കിൽ ആ വിധിയും കൂടെ കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അപ്പോൾ വളരെ പുതുമ നിറഞ്ഞ ഒരു ഹോമത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ആരും കണ്ടിട്ടില്ല, മലയാളികൾ ആരും ഇത്തരത്തിലൊരു ഹോമം കണ്ടിട്ടില്ല. ഇത് നമ്മൾ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യമല്ലല്ലോ. അപ്പം ഒന്നാമത്തെ കാര്യം, ഇതിന് കുറേ മെനക്കേടുണ്ട്, നമ്മളുടെ എല്ലാത്തിൻ്റെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാം നോക്കിയിട്ടാണ് ഈ മാസം 18-ാം തീയതി നമ്മൾ ആ ഒരു കറക്റ്റ് ദിവസം കുറിച്ചത്. സാധാരണക്കാരായ ആളുകൾക്ക് അവിടെ എത്താം അല്ലേ? ആ യോഗമുണ്ടെങ്കിൽ എത്താം. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഭഗവത് കർമ്മയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവതിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ച് ഗോപാലേട്ടൻ്റെ കൂടെ ഉള്ള കുറച്ച് ഇത് മാത്രം. ഇപ്പോൾ കർണാടകത്തിൽ വളരെ വിജയകരമായിട്ട് നടത്തിയ ഒരു ഹോമം അത് കേരളത്തിലും നടത്തപ്പെടുകയാണ്. ജനുവരി 18 അല്ലേ? ഈ മാസം ജനുവരി 18 ശ്രീ ഗോകുലം ഗോപാലൻ അവരുടെ മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ശ്രീ ഭദ്രാനന്ദ്ജിയാണ്. എന്തായാലും യോഗമുള്ളവർ, നിയോഗമുള്ളവർ അവിടെ എത്തിച്ചേരട്ടെ. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് മതമില്ലപ്പാ, ഇത് ആത്മീയപരമായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. ഇതിനൊരു സയൻസ് ഉണ്ട് ഇതിന്റെ പിന്നിൽ. ആ സയൻസ് അത് യുക്തിയുള്ളവർ അത് ഉൾക്കൊള്ളും. അല്ലാത്തവർ മതം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരും, അത് ഹിന്ദുത്വത്തിനകത്ത് തന്നെ പലവരും പല രീതിയിൽ വിഘടിച്ച് നിൽക്കുന്നവരല്ല. മതം അഭിപ്രായം മാത്രമാണ്. ദേവിയുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം ഉള്ളവർ ഇതിൽ പങ്കെടുക്കും, അവർക്കേ പറ്റുള്ളൂ. എന്തായാലും വിശ്വസിക്കുന്നവർ എത്തട്ടെ. വളരെ വലിയൊരു അനുഗ്രഹമായി ഈ ഹോമം മാറട്ടെ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.